ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ്. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ നൈസ് പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. കൈകൊണ്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യവുമില്ല, കഷ്ടപ്പെട്ട് കൈകൊണ്ട് പരത്തിയെടുക്കേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത്ര എളുപ്പമായിരുന്നോ നൈസ് പത്തിരി ഉണ്ടാക്കാൻ എന്ന് തോന്നിപ്പോകും. അത്രയും ഈസി ആയിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട, നൈസ് പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ. പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ. അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വളരെ ഈസി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റുമുള്ള ഈ ഒരു നൈസ് പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. നോമ്പൊക്കെ വരുന്ന ഈ ഒരു സമയത്ത് എല്ലാ വീട്ടമ്മമാർക്കും ഇത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിലാണ് ഇവിടെ നൈസ് പത്തിരി ഉണ്ടാക്കുന്നത്. പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് 1 കപ്പ് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പത്തിരിപ്പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടി കട്ടയൊന്നും കൂടാതെ നല്ല പോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് പത്തിരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ആക്കിയ ശേഷം ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഇതിലെ വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കുകയായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചായിരിക്കണം ഇളക്കേണ്ടത്. ഈ ഒരു മാവ് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. മാവിപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലെ വെള്ളം മുഴുവൻ വറ്റിയിട്ട് മാവ് ഉരുട്ടിയെടുക്കുമ്പോൾ ഉരുണ്ട് വരണം. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ നമ്മുടെ മാവ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മാവ് വാട്ടി കുഴച്ചെടുക്കുക എന്നുള്ള ആ ഒരു വലിയ പണി ഇവിടെ കഴിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഈ ഒരു മാവ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് എയർ ഒന്നും കടക്കാത്ത രീതിയിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട്. ഈ ഒരു മാവ് ഒന്നും കൂടി വെന്ത് നല്ല സോഫ്റ്റ് ആയി വരാനും ചൂടാറാനുമായിട്ടാണ് ഇതുപോലെ അടച്ചു വെക്കുന്നത്. 10 മിനിറ്റിന് ശേഷം ഈ മാവ് ചൂടാറി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മാവിൽ നിന്നും കുറേശ്ശെ എടുത്ത് നമുക്ക് ചെറിയ ചെറിയ ബൗൾസുകളാക്കി മാറ്റാം. പത്തിരി നമുക്ക് ഏതു വലുപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് മാവ് ഉരുട്ടിയെടുക്കാം. ഈ ഒരു മാവെല്ലാം ഇതുപോലെ ഞാനിവിടെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എയർ കടക്കാത്ത രീതിയിൽ അടച്ചു വെക്കാം. ആവശ്യമുള്ള സമയത്ത് ഓരോ ഉരുളകൾ ഇതിൽ നിന്നും എടുക്കാവുന്നതാണ്. ഇതിനി സാധാരണ നമ്മൾ പരത്തിയെടുക്കുന്നത് പോലെയോ പത്തിരി പ്രസ്സോ ഉപയോഗിച്ച് നമുക്ക് പരത്തിയെടുക്കാം. എന്നാൽ ഞാനിവിടെ പ്ലാസ്റ്റിക് കവറാണ് ഇത് പരത്താനായിട്ട് എടുത്തിട്ടുള്ളത്.
ഇതിനായിട്ട് ഞാനിവിടെ 3 പ്ലാസ്റ്റിക് കവർ എടുത്ത് 4 സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നും ഒരു പീസ് കവറ് ഇതുപോലെ വെച്ച് നമുക്കിതിലേക്ക് കുറച്ച് പത്തിരിപ്പൊടി വിതറി കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉരുട്ടിയെടുത്ത ആ ഒരു മാവിൻ്റെ ബോൾസ് ഇതുപോലെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതുപോലെ നമുക്ക് ഒരു കവർ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് മാവ് ഇതുപോലെ വിതറി കൊടുക്കണം. ഇനി ഒരു ബോൾസ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര ഉരുളകൾ വേണമെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ഉരുളകളാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ ഒരു കവർ കൂടി വെച്ച് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു പരന്ന സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആണ്. പ്ലേറ്റ് നമുക്ക് പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പത്തിരി നന്നായിട്ട് തന്നെ പരന്ന് കിട്ടിയിട്ടുണ്ട്. ഓരോ പത്തിരിയും ഇതുപോലെ നമുക്ക് എടുത്ത് പാത്രത്തിലേക്ക് ഇടാം. ഈ രീതിയിൽ നമുക്ക് എല്ലാ പത്തിരിയും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ഈ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. ആദ്യം നമുക്ക് ചൂടായ പാനിലേക്ക് പത്തിരി ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് ചൂടായി വന്നാൽ പത്തിരി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു പത്തിരിയുടെ മുകളിൽ ചെറിയ ചെറിയ ബൗൾസുകൾ വന്നാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പത്തിരി നന്നായിട്ട് തന്നെ വീർത്ത് വരുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പത്തിരി ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലാണ് നൈസ് പത്തിരി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.